ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡ്രൈ സ്കാൽപ്പിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഡ്രൈ സ്കാൽപ്പ് എന്താണ്, അതിൽ ഡാൻഡ്രഫ് ആണോ ഡ്രൈ ആണോ എന്ന് പലർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഒരു ഡ്രൈ സ്കാൽപ്പിനെ കുറിച്ചൊരു വീഡിയോ ഇടാവോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും, എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, എന്നാലും കൂടുതൽ കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ ഡ്രൈ എന്താണ്, ഡാൻഡ്രഫ് എന്താണ്, അപ്പോൾ ഡ്രൈ സ്കാൽപ്പാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നിപ്പോൾ ഷാമ്പു ഇട്ട് നന്നായിട്ട് കഴുകിയെന്ന് വിചാരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് മുടിയെല്ലാം നല്ല ഉണങ്ങി, തലയെല്ലാം നല്ല ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ ഒന്നിങ്ങനെ ചൊറിഞ്ഞ് നോക്കുമ്പോൾ തന്നെ വെള്ളപ്പൊടി പോലെ വരികയാണെങ്കിൽ, കുറച്ച് പൊടിയായിട്ട് വരികയും ചെയ്യും, ഇച്ചിരി ചൊറിച്ചിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ഡ്രൈ ആണ്, കാരണം പൊടി പൊടിയായിട്ടാണ് അത് വരുന്നത്. ഇനി ഡാൻഡ്രഫ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് നന്നായിട്ട് കുളിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചിട്ട് ഇന്നോ നാളെയോ കഴിഞ്ഞ് നമ്മുടെ തലയോട്ടിയിൽ ഒന്ന് ചൊറിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട്, അതായത് പശ ആയിട്ട് ഇരിക്കുകയും അതിൻ്റെ കൂടെ എന്തെങ്കിലും അഴുക്ക് പോലെ ഇങ്ങനെ ഒരു വാക്സ് പോലത്തെ ഒരു സാധനമൊക്കെ വരുന്നെങ്കിൽ അത് ഡാൻഡ്രഫാണ്. അപ്പം ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് കൂടുതലുമാണ് ഇങ്ങനെ ഉള്ള വരണം. പിന്നെ അല്ലാതെ തീരെ ഡ്രൈ ആയിട്ട് വരുന്നവർക്ക് ഇങ്ങനെ വലിയ വെള്ള പോലത്തെ പാട പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമായിരിക്കും ഇളകി വരുന്നത്. അപ്പം നമ്മൾ നല്ലോണം ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചതിന് ശേഷം മുടിയെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് അന്നേ ദിവസം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പൊടിയായിട്ടുള്ളൊരു ഇത് വരികയും കുറച്ചൊരു ഇച്ചി ചൊറിച്ചിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഡ്രൈ സ്കാൽപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡ്രൈ സ്കാൽപ്പ് വരുന്നതെന്ന് വെച്ചാൽ അതിന് കുറേ റീസൺസ് ഉണ്ട്. അതായത് ഒന്നും രണ്ട് റീസൺസ് അല്ല. അതായത് നമ്മുടെ ക്ലൈമറ്റ് ഒന്നാണ്. വിൻ്റർ സീസണിൽ തണുപ്പൊക്കെ തുടങ്ങുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടാകാം. നമ്മുടെ ഏജ്, ഏറ്റവും ഫസ്റ്റ് നമ്മുടെയൊക്കെ പ്രായക്കാർക്കാണെങ്കിൽ നമ്മുടെ പ്രായം കുറച്ചൊന്ന് കൂടുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഓയിൽസ് നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ശരീരത്തിൽ എങ്ങനെയാണോ ഡ്രൈനെസ് ഉണ്ടാകുന്നത് അതേമാതിരി തന്നെ തലയ്ക്കും വരും, തലയോട്ടിയിലും ആ ഡ്രൈനെസ് വരും. പിന്നെ ചിലർ മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് പലതരം മരുന്നുകൾ എടുക്കുന്നവരും പലതരം മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരും ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരും. പിന്നെ ചിലർ നല്ല ചൂടുവെള്ളത്തിലായിരിക്കും കുളിക്കുന്നത്. നമ്മുടെ പ്രായക്കാർക്കൊക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും ഡ്രൈനെസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കാതിരിക്കുക, കുറച്ചെന്തെങ്കിലും മതി എന്നുള്ള രീതിയിൽ നോക്കുന്നവർക്ക് ഡ്രൈനെസ് ഉണ്ടാകും. നമ്മൾ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയൊന്നും വരത്തില്ല. പിന്നെ നല്ല കുറച്ച് നെയ്യൊക്കെ നമുക്ക് സേവിക്കാം, അതൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്കിന്ന് ഡ്രൈനെസ് കുറയുന്നതിനോടൊപ്പം തന്നെ തലയിൽ ഡ്രൈനെസ്സും കുറയും. പിന്നെ കറക്റ്റ് ഷാംപൂ ചൂസ് ചെയ്യാതിരിക്കുന്നവർ, അതായത് ക്ലാരിഫയിങ് ഷാംപൂ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഡ്രൈനെസ് കൂടുതലാണ്. അതേസമയം നമ്മൾ ചൂസ് ചെയ്യാനുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നറിഷിംഗ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഷാംപൂ വാങ്ങുമ്പോൾ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, pH വാല്യൂ 5.5 ഉള്ള ഷാംപൂസ് വാങ്ങാൻ നോക്കണം. അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് സ്കാൽപ്പ് ലോഷൻസ് കിട്ടും, ഇന്ന് അവൈലബിൾ ആണ്. അത് എണ്ണ തേക്കാൻ മടിയുള്ളവരാണെങ്കിൽ അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്യാം തലയിൽ. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഏജ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ഷാമ്പു വരെ യൂസ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നമ്മുടെ തലയിലൊന്നും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. കുഞ്ഞു കുട്ടികളുടെ ഷാമ്പൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ അതായത് ചെറുപ്പമല്ലല്ലോ, നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ലൂസായിട്ടുള്ളതാകാം. അപ്പം അതൊക്കെ മതിയാകും നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എണ്ണ ഇതിന് നല്ലൊരു മാർഗ്ഗമാണ്. എണ്ണ ചൂടാക്കി തലയോട്ടിയിലൊന്ന് തേക്കേ ചെയ്യാവൂ, മസാജ് ചെയ്യരുത്. കാരണം മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് വരുമ്പം നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എണ്ണ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സ്പൂൺ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ, വെള്ളത്തിൻ്റെ മേളിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയാലും മതി. അപ്പോൾ അങ്ങനെയാകുമ്പം ഈ എണ്ണയുടെ ഗുണങ്ങളും നമ്മുടെ തലയോട്ടിയിൽ കിട്ടും. ഏറ്റവും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ ആ വെളിച്ചെണ്ണയിൽ കൂടെ പിന്നെ ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞ് എസൻസ് ആണത്. കാരണം അത് കുറച്ച്, അതായത് ഒരു 3-4 ഡ്രോപ്സേ ഒഴിക്കാവൂ.
കോക്കനട്ട് ഓയിൽ കൂടുതൽ ചേർക്കുക. ഒരു സ്പൂണിന് ഇപ്പോൾ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ടീ ട്രീയിൽ ഒരു 3 ഡ്രോപ്പ് 4 ഡ്രോപ്പ് ഇട്ടാൽ മതി. അതാകുമ്പോൾ ഇത് നമ്മുടെ ആ ഫ്ലേക്ക് പൊടിയായിട്ട് വരുന്നതിനെ അങ്ങ് കുറയ്ക്കും. നല്ല നറിഷ്മെൻറ്റ് തലയോട്ടിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ടീ ട്രീ ഓയിലും കോക്കനട്ട് ഓയിലും കൂടെ ഉള്ളൊരു മിക്സ് എപ്പോഴും നല്ലതാണ്. പിന്നെ നല്ലൊരു മാസ്ക് വേണമെങ്കിൽ, മാസ്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പഴം നല്ലൊരു മാസ്കാണ്. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണമെന്നേ ഉള്ളൂ. പഴത്തിൽ കൂടെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മാഷ് ചെയ്തിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ നല്ല ഭയങ്കര ഉറപ്പിച്ച് തേച്ച് പിടിപ്പിക്കാതിരിക്കുക. ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ വേറെയും ഉണ്ട് അവോക്കാഡോയുടെ കൂടെയും ഇതേപോലെ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല ഒരു പ്രതിവിധിയാണ്. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാരൊക്കെ പറയില്ലേ, ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കുക, മുടി കഴുകാൻ വേണ്ടി ചെമ്പരത്തിയുടെ താളി. പിന്നെ അലോവേറ ജെല്ല് നല്ലതാണ്. നല്ല കൂളിംഗ് എഫക്റ്റും കിട്ടും, അതേസമയം നല്ലൊരു സൂത്തിങ് എഫക്റ്റും കിട്ടും. അപ്പം നമ്മുടെ ഈ ഡ്രൈനെസ് അങ്ങ് കുറയും. നമ്മൾ നല്ല അലോവേറ ജെല്ലായിരിക്കണം. ഈ കെമിക്കലി കളറൊക്കെ ചേർത്ത് അലോവേറ ജെല്ല് വാങ്ങാതിരിക്കുക. ഇനി വീട്ടിൽ വളർത്തുന്നവരാണെങ്കിൽ അത് മുറിച്ചിട്ട് കുറച്ച് നേരം കുത്തി നിർത്തുമ്പോൾ അതിൽ നിന്നൊരു മഞ്ഞ കളറ് പോലെ ഉള്ളൊരു സബ്സ്റ്റൻസ് പോകും. അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് കാർന്നെടുത്തിട്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് അത് നല്ലോണം അടിച്ചിട്ട് അത് തേച്ചാൽ നല്ലതാണ്. പക്ഷേ അലോവേറ എല്ലാവരും പറയും അലോവേറയ്ക്ക് എന്താ അലർജി എന്ന് വയ്ക്കും. എല്ലാ കാര്യങ്ങൾക്കും അലർജി ഉണ്ട്. ഓരോരുത്തരുടെയും ശരീരം ഓരോ മാതിരിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കിത് പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഡ്രൈനസ് ചിലർക്ക് ഈ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബ്ലോ ഡ്രയർ കൂടുതൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുടിയിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും, അതൊക്കെ ചെയ്യുമ്പോഴും നല്ല ഡ്രൈനസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ തലയോട്ടി ഡ്രൈനസ് ഇല്ലാതെ പോകും. ഈ ഡ്രൈനസ് വരുമ്പോൾ ചെയ്യാനുള്ള ഇപ്പം ഇൻ കേസ് നിങ്ങൾ കുളിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒരു സാധനവും നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് തന്നെ വെച്ചോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 ഡ്രോപ്പ് കയ്യിലെടുത്തിട്ട് ഫിംഗർ ടിപ്പ് കൊണ്ട് കുറച്ചൊന്ന് എടുത്തിട്ട് അവിടെ ഇവിടെയായിട്ട് 2-3 ഒരു ഇങ്ങനെ ഒന്ന് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലായിടത്തും സ്പ്രെഡ് ആയിക്കോളും. നമ്മുടെ തലയിൽ ഒരു ഡ്രൈനസ് ഇല്ലാതെ അത് നോക്കിക്കോളുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ഇപ്പം നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ പലരും നോൺ വെജ് അങ്ങ് നിർത്തും. അതായത് ഇറച്ചി മീനൊന്നും ഞാൻ കഴിക്കില്ല, എനിക്കതൊന്നും ഇനി വേണ്ട എന്നൊക്കെ പറയുന്ന കുറച്ച് സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്ന ആൾക്കാരും കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നട്ട്സ്, ബദാം, പിസ്ത, പിന്നീട് അങ്ങനെയൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളുണ്ട്. ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പിടി ദിവസവും കഴിക്കാം. കപ്പലണ്ടി അതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ വെള്ളം കിട്ടിയാൽ മാത്രമേ മീതെ നമുക്ക് ആ ജലാംശം കൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നതാണ് നമ്മുടെ പുറമേ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യം ഇത് ശ്രദ്ധിക്കുക. ഇപ്പം പുറത്തു നിന്നുള്ള നല്ല സ്കാൽപ്പിനൊക്കെ പറ്റിയ മാസ്കുകൾ ഒരുപാട് കിട്ടും. അത് നല്ല വിലയാകും. അപ്പോൾ ആ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള മാസ്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളപ്പം എന്താണ് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഷാംപൂ ചൂസ് ചെയ്യുമ്പോൾ ഉള്ള സംഗതികൾ, ചൂടുവെള്ളം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മൈൽഡായിട്ടുള്ള ചൂടുവെള്ളം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാസ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ തലയോട്ടിക്ക് പറ്റിയതാണോ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ചെറിയ മീനുകളൊക്കെ തിന്നുന്നവരാണെങ്കിൽ അതിലൊക്കെ നിറച്ച് omega-3 ഫാറ്റി ആസിഡ്സ് കാണും, അത് കഴിക്കുക. ഇനി അതൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്തവരാണെങ്കിൽ മീൻഗുളിക വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ച് കഴിക്കുക. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. സ്ട്രെസ്സൊന്നും ഒരുപാട് വരാതെ നോക്കുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. കുറച്ച് സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ നമുക്ക് വേണ്ടി ശ്രമിക്കാതിരുന്നാൽ വേറെ ആരും നമുക്ക് വേണ്ടി ശ്രമിക്കത്തില്ല. അപ്പം നമ്മുടെ മക്കൾക്കായിരുന്നാലും അവരെല്ലാം ഒരു പരിധി വരെ അവർക്ക് നമ്മളെ നോക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാതെ നമ്മൾ നമ്മുടെ വഴിക്ക് നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. പിന്നെ അവരിത് ചെയ്തില്ല ഇവരിത് ചെയ്തില്ല എന്ന് പറഞ്ഞല്ല, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും എല്ലാം നമുക്ക് എന്നും ഉണ്ടാകും. അപ്പോൾ ഈ ഡ്രൈ സ്കാൽപ്പിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലുള്ള എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് വാങ്ങി കഴിക്കാൻ പറ്റുമെങ്കിൽ
സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് അവർ പറയുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അത് വാങ്ങിക്കഴിക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവില്ല. ഈ ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാകാതിരിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നും നന്നാവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ തലയിലേക്ക് മാത്രം എന്തെങ്കിലും മുകളിൽ നിന്ന് മാത്രം അപ്ലൈ ചെയ്യുന്നതിലല്ല കാര്യം. ഉള്ളിലും നമ്മൾ പലതും നല്ല രീതിയിൽ ഫുഡ് നോക്കി കഴിക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യം നോക്കി ഇരിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളെ ശരീരത്തിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങളെല്ലാവരും നന്നായിട്ടിരിക്കാനായിട്ട്. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാമേ. ഓക്കെ.